റോണിക്ക് ബേബി ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ റോണിക്ക് ബേബി കൂടിയുണ്ട്. ശ്രീ റോണിക്ക് ബേബി പ്രതിപക്ഷ പാർട്ടികൾ ജഗ്ദീപ് ധൻഖറിനെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് ജഗ്ദീപ് ധൻഖറിനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുകയാണല്ലോ, പക്ഷെ അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആരോഗ്യ കാരണം എന്നുള്ളതിന് BJP കേന്ദ്രങ്ങൾ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആരോഗ്യ കാരണങ്ങളാൽ കൊണ്ട് അദ്ദേഹം രാജിവെച്ചു. നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു. ശ്രീ റോണിക്ക് ബേബി, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ മഞ്ജുഷ്, അതായത് രാജ്യത്തെ രണ്ടാമത്തെ ഭരണഘടനാ സ്ഥാപനമായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭരണഘടനാ സ്ഥാപനമായ ഉപരാഷ്ട്രപതിയുടെ ഈ രാജിയെ ഇത്ര നിഷ്കളങ്കമായി വെറും ആരോഗ്യ കാരണം കൊണ്ടാണ് എന്ന ഒരു ലാഘവത്തോടെ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. ഇതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, അണിയറ കഥകളുണ്ട്, ഉപശാലകളിൽ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പറയുന്നു ഉപരാഷ്ട്രപതി രാജിവെച്ചു ആരോഗ്യ കാരണത്താൽ. ബാക്കി കാരണങ്ങൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യണം. അദ്ദേഹമല്ല എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ രണ്ട് കാര്യങ്ങളിൽ ഇവിടെ മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ ഉപരാഷ്ട്രപതിയെ രാജിവെക്കുവാൻ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പൊളിറ്റിക്കൽ ഡോമിനികൾ തന്നെയാണ്. അത് കോൺഗ്രസിന്റെ ആണെങ്കിലും BJP ആണെങ്കിലും അവരുടെ പ്രവർത്തകരും അവരുടെ നേതാക്കളും ഒക്കെയാണ് ഈ പദവിയിലേക്ക് വരുന്നത്. പക്ഷെ അവർ ആ പദവിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കണം, ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം. ഇവിടെ അദ്ദേഹത്തെ മുറിവേൽപ്പിച്ച ഒന്നാമത്തെ കാര്യം കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ടത്. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഓപ്പറേഷൻ ഈ പറയുന്ന സിന്ദൂരുമായി ബന്ധപ്പെട്ട് പഹൽഗാമുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പ്രത്യേക സമയം അല്ലെങ്കിൽ ഈ വരുന്ന 28, 29 തീയതികളിൽ 16 മണിക്കൂർ വെച്ച് ലോക്സഭയിലും രാജ്യസഭയിലും അതിന് സമയം നൽകാമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് വിരുദ്ധമായി, കാരണം അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ചെയ്തു. അവിടെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള അവസരം നൽകി. അപ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് JP നദ്ദ പറയുന്നു, സഭാരേഖകളിൽ എന്ത് വരണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ എന്താ അവിടെ ഈ പറയുന്ന ഉപരാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിക്ക് എന്ത് ചെയ്തു? അദ്ദേഹമാണ് ആ സഭാനാഥൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഏത് പ്രമേയത്തെ അംഗീകരിക്കണം, അല്ലെങ്കിൽ ആർക്ക് സംസാരിക്കാൻ അനുവാദം കൊടുക്കണം, ആരെന്ത് സംസാരിക്കണം, എവിടെ അതിനെ ലിമിറ്റ് ചെയ്യണം, ഏത് സഭാരേഖകൾ ഉൾപ്പെടുത്തണം, ഏത് ഒഴിവാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഉപരാഷ്ട്രപതിയാണ്. പക്ഷെ ആ ഉപരാഷ്ട്രപതിയേക്കാൾ സൂപ്പർ വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് JP നദ്ദ അവിടെ പറഞ്ഞു ഞങ്ങൾ തീരുമാനിക്കും. അദ്ദേഹത്തിന് വല്ലാത്തൊരു ഇൻസൾട്ടിംഗ് ആയി. അതിനെക്കുറിച്ച് ഇവര് വിശദീകരിക്കട്ടെ, JP നദ്ദ വിശദീകരിക്കട്ടെ. അദ്ദേഹം എന്ത് അതോറിറ്റിയിലാണ്, ഇൻ വാട്ട് അതോറിറ്റി അദ്ദേഹം പാർലമെന്റിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? ഇനി രണ്ടാമത്തെ വിഷയം, 12:30 തിങ്കളാഴ്ച 12:30 രാജ്യസഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നു. അതിൽ ഉത്തരവാദിത്തപ്പെട്ട 2 കേന്ദ്രമന്ത്രിമാർ JP നദ്ദ, ഒന്ന് കിരൺ റിജിജു അവർ പങ്കെടുക്കുന്നു. അതിനുശേഷം വീണ്ടും 4 മണിക്ക് ആ യോഗം മാറ്റിവെക്കുന്നു. 4 മണിക്ക് എന്ത് ചെയ്യുന്നു? ഈ 2 മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല. അവിടെ പങ്കെടുത്ത അല്ലെങ്കിൽ ആ ബിസിനസ് അഡ്വൈസറി മീറ്റിംഗിൽ പങ്കെടുത്ത ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കാത്തിരിക്കുന്നു ഈ കേന്ദ്രമന്ത്രിമാർക്ക് വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ഈ 2 കേന്ദ്രമന്ത്രിമാർ അവിടെ പങ്കെടുത്തില്ല? എന്തുകൊണ്ടാണ് അവർ പങ്കെടുക്കാതിരുന്നത്? അതിന് കാരണം എന്ത്? ഈ രാജ്യത്തോട് പറയുവാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. അല്ലാതെ വൈസ് പ്രസിഡന്റ് രാജിവെച്ചു, ആരോഗ്യ കാരണത്താൽ രാജിവെച്ചു, അതിന്റെ എക്സ്പ്ലനേഷൻ അദ്ദേഹം തന്നു. ഇനിയും അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഭരണഘടനാപരമായ പദവിയെ വളരെ കൃത്യമായി തന്നെ അപമാനിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്താ വിഷയം? ഈ നമ്മുടെ ഈ പറയുന്ന ജസ്റ്റിസ് വർമ്മയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റ്, അവിടുത്തെ എന്താ പ്രശ്നം എന്നറിയോ? അവിടെ കേന്ദ്ര സർക്കാരിന് ചില ഒളിച്ചുകളികളുണ്ട്, BJPക്ക് ചില ഒളിച്ചുകളികളുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇവർ ആഗ്രഹിച്ചത്? ലോക്സഭയിലോട്ട് മാത്രമേ പ്രമേയം പാസ്സായാൽ മതി, രാജ്യസഭയിലേക്ക് പോകരുത്. ഈ രാജ്യസഭയിലും കൂടി ഈ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ലോക്സഭയുടെ സ്പീക്കർക്കും രാജ്യസഭയുടെ ചെയർമാനും കോ-ഈക്വൽ പവേഴ്സായി 2 കൂട്ടർക്കും ഒരുപോലെ ഈ ഇംപീച്ച്മെന്റിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ എൻക്വയറി കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം. BJP രാജ്യസഭയിൽ നിന്നും കോൺഗ്രസ് നൽകിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി BJP ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ പറയുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് BJPക്ക് ഒന്നും മറച്ചു വെക്കുവാനില്ല എങ്കിൽ അവരെന്തിനാണ് ഇവിടെ നാടകം കളിക്കുന്നത്? അല്ലെങ്കിൽ BJPയുടെ താല്പര്യത്താൽ മാത്രം അവിടെ ഈ പറയുന്ന ജുഡീഷ്യൽ എൻക്വയറി കമ്മിറ്റി മതി BJP ശബ്ദം പിടിക്കുന്നത് എന്താ? ഇപ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുമായി അദ്ദേഹം സുപ്രീം കോടതി വീണ്ടും ആവർത്തിക്കുന്നു, ഇതെന്റെ പണമല്ല, എനിക്കിതിന് പങ്കില്ല, ഇതിന്റെ സോഴ്സ് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിനെതിരെ ഒരു FIR എങ്കിലും ഈ കേന്ദ്ര സർക്കാരിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാക്കൾ അവരുടെ വീടുകളിലേക്ക് ED വിടുന്നു, CBI വിടുന്നു, എല്ലാ അന്വേഷണ ഏജൻസികളെയും വിടുന്നു. ഈ യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയത്തിൽ അത് കൊണ്ടു സഹിതം തെളിവ് സഹിതം രാജ്യം മുഴുവൻ കണ്ടു, ചാക്കുകെട്ടിൽ
ചാക്കിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. കോടാനുകോടി രൂപ, അത്രയും രൂപ തെളിവ് സഹിതം പിടിച്ചെടുത്തിട്ട് അയാളെ ഒന്ന് ചോദ്യം ചെയ്യാൻ, അയാൾക്കെതിരെ എഫ്ഐആർ എടുക്കുവാൻ, അയാളെ കേന്ദ്ര അന്വേഷണ ഏജൻസിയിലേക്ക് ചോദ്യം ചെയ്യിക്കുവാൻ ഇങ്ങോട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ ഇപ്പോൾ ബിജെപി പറയും, ഒരുപക്ഷെ ബിജെപി പറയും ഞങ്ങളാണ് ലോക്സഭയിൽ ഇതിന് ഇനിഷ്യേറ്റീവ് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിന് മുൻകൈ എടുത്തത്. പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കത്തുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന, അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റിന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം, ഒരു നിമിഷം പോലും ഇദ്ദേഹത്തെ ഈ ജഡ്ജിയുടെ പദവിയിൽ ഇരിക്കാൻ പാടില്ല. ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചത്, നടപടി എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ചീഫ് ജസ്റ്റിസ് കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജെപിക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കാനില്ല. പക്ഷേ ഈ യുടെ വിഷയത്തിൽ ആദ്യം തൊട്ട് തന്നെ വലിയ ദുരൂഹതയുണ്ട്. കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു, ബിജെപി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ചുമറ്റുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത് ശരി, ഞാൻ വരാം. ശരി, സിബി സത്യന് ഇതിന് കൂടുതൽ